ഇപ്പോഴും എന്നെ തെരുവിലാണെങ്കിൽ തെരുവിൽ എന്നെ പൊന്നു പോലെ നോക്കും. ഇവിടെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്. സാധാ ചോറ്റില് മുളക് പൊടിയില്ലേ, ഈ മുളക് പൊടിയില് കുറച്ച് ഉപ്പ് ചാലിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്താണ് ഇവിടെ സേഫ്റ്റി. രാത്രി വന്നാലേ നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. ഈ പാലക്കാട് സിറ്റി എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. പെണ്ണും ആണും ബന്ധപ്പെടുന്ന അത് ഒരു കാര്യമുണ്ട്. ഇത് ആണുമാണ് തന്നെ ബന്ധപ്പെടുന്ന കാലത്തിന് വീടാണ്. വെള്ളോടെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവൾക്ക് വേണ്ടി ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, എന്റെ കുട്ടീനെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്. എന്താ പറയാ, ഫേമസ് ആകാൻ വേണ്ടിട്ട് ഒന്നുമല്ല ഞങ്ങൾ വീഡിയോ ചെയ്തു. ഞങ്ങത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി റെസ്റ്റ് കഴിക്കുമ്പോൾ ഞങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തു. മോശം കമന്റ് എന്തോ കണ്ടു, അപ്പൊ അതിന് ഞാൻ പ്രതികരിച്ചു. പ്രതികരിച്ചതാണ് കാരണം ഇത്രയും ഞങ്ങള് എന്താ പറയാ ഫേമസ് ആകാൻ കാരണം. മനസ്സിന്റെ ഉള്ളില് സങ്കടം വെച്ചിട്ട് പുറമെ ചിരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വിഷമം എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. എനിക്കും കഴിയുന്നു, ഇവളും കഴിയുന്നു, പക്ഷെ ഇവളുടെ കൈ വിടുന്നില്ല. പക്ഷെ ഞാനൊരു നോട്ടം നോക്കിയുള്ളൂ, പക്ഷെ അയാൾക്ക് മനസ്സിലായി. പിന്നെ ആള് പിന്നെ പോയി. ഇങ്ങനത്തെ ഉള്ള ചില മനുഷ്യന്മാര് നാറികളും. വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം മഞ്ജുനൻ സുനിതയാണ്. ഹായ് മഞ്ജുനൻ സുനിത, വെൽക്കം ടു ദ ഷോ. ഓക്കെ, നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി മാറിയത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്? എനിക്ക് ഒരു 4 വർഷം മുന്നേ ഞാന് തൃശ്ശൂര് വർക്കായിരുന്നു. കേട്ടിട്ടുണ്ടോ? ക്രീം പാർക്ക് ഹോട്ടല് സ്വർണ്ണ വർക്കായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ സ്വഭാവവും പെരുമാറ്റവും ജോലിയും എല്ലാം കണ്ടിട്ട് എനിക്ക് എന്റെ ഓണർ ഒരു ഐഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഫോൺ കൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്തു, അതിൽ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തു. അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടായി. എന്നിട്ട് ഞാൻ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഏത് എങ്ങനെ കല്യാണം കഴിച്ചേ? അമ്പലത്തിലാണോ? രജിസ്റ്റർ മാരേജ് ആയിരുന്നോ? അമ്പലത്തിൽ വെച്ച്. എന്നായിരുന്നു കല്യാണം കഴിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒക്ടോബർ 18, 2023. സ്നേഹിച്ചത് ജനുവരി 28. ജനുവരി 28. സാധാരണ ഇതിൽ ആണുങ്ങളൊന്നും ഇത് ഓർത്ത് വെക്കാറില്ല. ഒരു മാതൃകാ ഭർത്താവാണല്ലേ. അതല്ലേ ഒരു സ്നേഹം പറയുന്നത്. അതാണ് സ്നേഹം. ജനുവരി 28. എന്തുകൊണ്ടാ ചേച്ചിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇവളുടെ എല്ലാ സംഭവങ്ങളും, ഇവൾക്ക് നടന്ന ഈ അക്രമങ്ങളും, ഇവള് ഒന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഇവൾക്ക് നടന്ന ഈ അക്രമങ്ങളും എല്ലാം ഇവള് എന്നോട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഇവളിനെ അവൻ തല്ലിലും ദ്രോഹിക്കലും കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. അത്ര അനുഭവിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ എന്റെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ട് ഇവളുടെ കഥകൾ മാത്രം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഇവളിനോട് പറഞ്ഞു, ശരിയുടെ ഇനി എനിക്ക് ആരും ഇല്ല എന്ന് വിചാരിക്കണ്ട, ഞാനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നെഞ്ചോട് ചേർത്ത് കുറിച്ചു. പിന്നെ ഇവിടെ എന്നെ സ്നേഹിക്കാത്ത മുന്നേ ആഹാരം കഴിച്ചു കൊണ്ടുവരുന്നത് സാധാ ചോറ്റില് മുളക് പൊടിയില്, ഈ മുളക് പൊടിയില് കുറച്ച് ഉപ്പ് ചാലിച്ചിട്ട് അങ്ങനെയാണ് ഇവള് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്നപ്പോഴാണ് ഇവള് കുറച്ചിത്തിരി ആഹാരം തന്നെ കഴിക്കാൻ തുടങ്ങിയത്, ഞാൻ സ്നേഹിക്കുന്ന സമയത്ത്. അങ്ങനെ തന്നെ ഞാൻ ഇവളുടെ വീട്ടിൽ വന്നിട്ട് ഇവളുടെ വീട്ടിൽ ഞാൻ പെണ്ണ് ചോദിച്ചു. അപ്പോൾ അവര് തമ്മിൽ ഡൈവേഴ്സ് ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ഡൈവേഴ്സ് ആകണവരെ ഞാൻ കാത്തിരിക്കാം, എനിക്കൊരു 6 മാസം സമയം അവര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 6 മാസവും കഴിഞ്ഞു. ജനുവരി 28 പറഞ്ഞിട്ട് 29, 30 ഞാൻ ഇവളുടെ വീട്ടുകാരനോട് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ മാസം ഇവരോട് ചോദിച്ചു. ഞാൻ 6 മാസം വരെ വെയിറ്റ് ചെയ്തല്ലോ, നിങ്ങളുടെ അതിനെ കുറിച്ച് പറയാത്തത്, ഞാൻ അവളെ നോക്കിക്കോളാം, നിങ്ങൾ അത് ഡൈവേഴ്സ് ആക്കുക എന്നൊക്കെ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളുടെ പൈസയില്ല, ഡൈവേഴ്സ് ആക്കാൻ പൈസയില്ല. ശരി, ഞാൻ പൈസ തരാം, നിങ്ങൾ ഡൈവേഴ്സ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അതില് കുറച്ച് കഥവിശിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവളിനെ അവന്റെ വീട്ടുകാർ ഒരു മൂത്ത ചേച്ചിയില്ല. അപ്പോൾ ഈ മൂത്ത ചേച്ചി, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല, മൂത്ത ചേച്ചി ഇവളിനെ തെറിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവള് കരഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഏട്ടാ ഇങ്ങനെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
ഞാൻ അത്രത്തോളം ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് കരഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഇവളുടെ മൂത്ത ചേച്ചിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഒരു 6 മാസം വെയിറ്റ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് തന്നെ തരാമെന്ന്. അവരും പറഞ്ഞു എനിക്ക് തന്നെ കൂടി തരാം എന്ന് പറയും ചെയ്തു. പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വാക്ക് മാറ്റുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു ദേഷ്യം കയറി. അങ്ങനെ ഞാൻ ഇവളിനെ 5-6 തല്ലാനും വീട്ടിലൊക്കെ പോയിട്ട് കുറേ പ്രശ്നമൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാൻ തൃശ്ശൂരിന് വന്നിട്ട് കല്യാണം കഴിയാത്ത മുന്നേ തന്നെ ഇവളുടെ വീട്ടിൽ 4 മാസം വരെ ഞാനിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പരിസരത്തെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിച്ചത്. ഇങ്ങനെ ഒരു കല്യാണം കഴിയാണ്ട് ഇങ്ങനെ ചെക്കനെ പിടിച്ച് ഇരുത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരെ കൂടി ഞങ്ങളെ കല്യാണം കഴിച്ചു. അമ്പലത്തിൽ വിട്ട് കല്യാണം കഴിച്ചു, എല്ലാം ഇതായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ പണിക്ക് പോകും. ഇവിടെ കൊടുവേര് തന്നെ ഞങ്ങളുടെ ഏട്ടൻ വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ പണിക്ക് പോകും. അപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ ഓരോരോ സങ്കടങ്ങളും വിഷമങ്ങളും എന്നോട് പറയും. ഇങ്ങനെയാണ് ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടുകാരിങ്ങനെ പറയുന്നത്, എനിക്കൊരു തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനത് ഒരു നിസ്സാരമായിട്ട് വിട്ടു. ഒരു ദിവസം ഇവളുടെ അച്ഛൻ ഇവളിനെ തല്ലാനടിക്കാൻ പോയി. അപ്പം ഞാൻ ചെറിയൊരു വഴക്ക് കൂടി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അത് പാതിരാത്രിക്കാണ് ഇറക്കി വിട്ടു. അങ്ങനെ ഇവളുടെ കയ്യും പിടിച്ച് ഞാൻ അകത്തെ തറ തൊട്ട് പാലക്കാട് വരെ രാത്രി പാതിരാത്രി നടന്നു പോകുന്നു. പാതിരാത്രി നടന്നു വന്നു. ഓട്ടോയ്ക്ക് പൈസ എൻ്റെ ഇല്ല. അവർ 300-400 ചോദിക്കും അവിടെ നിന്ന് വരണമെങ്കിൽ. അപ്പോൾ അതിനുള്ള പൈസ എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളുടെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇതുവരെ നടന്നു വന്നു. എന്നിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ആദ്യം കയറി ചെന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പാതിരാത്രി നടന്നു വരാനായിട്ട്? ഏട്ടൻ എന്റെ കൂടെ ഉണ്ടാകുമ്പോ എനിക്കൊരു പേടിയില്ല. കാരണം ഏട്ടൻ എന്നെ നോക്കും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോഴും എന്നെ തെരുവിൽ എന്നെ പൊന്നു പോലെ നോക്കുന്നു. ആരെന്തെങ്കിലും കച്ചറയ്ക്ക് വന്നാലും അവരിനെ ഓട്ടിച്ച് ഇതാക്കും. എന്നെ രാത്രി വെളിയിൽ ഇറക്കില്ല. 8 മണി കഴിഞ്ഞ് വെച്ചാൽ എന്നെ ഇറക്കില്ല. ഈ ഉള്ളിലിരുന്നോ. ഏട്ട 1 മണി വരെ എനിക്ക് കാവലിരുന്നിട്ടാണ് ഏട്ട ഉറങ്ങുന്നത്. കാരണം കഞ്ചാവ് അടിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ ഇതിയെ നടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും 12 ഈ ചെയർ ഇട്ടിട്ട്. കാരണം ഈ പരിസരം അത്രയും മോശപ്പെട്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഈ കാണുന്ന ഈ തൂനയും അവിടെയൊക്കെ ഈ കഞ്ചാവിന്റെ കാര്യം ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. കഞ്ചാവിന്റെ കാര്യം ഈ പല കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ വീടെടുക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. എൻ്റെ പൈസയില്ല. ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇട്ടിട്ട് എനിക്ക് എവിടെയും പണിക്കും പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഏത് കടയിൽ ഏൽപ്പിക്കാന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു പറ്റാത്ത കാര്യമാണ്. വിശ്വസിച്ചിട്ട് ഇവളുടെ ശരീരം വെച്ച് നമ്മൾ എവിടെ നമ്മളിപ്പോ ഏൽപ്പിക്കുക? ഇവളുടെ ശരീരം വെച്ച് നമ്മൾ ഏത് കടയിൽ നമ്മൾ ഏൽപ്പിക്കും? ഇവൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരു ജോലി? ഒരിക്കലും പറ്റില്ല. വേറൊന്ന് 2 ദിവസം 3 ദിവസം നിൽക്കും. അപ്പൊ അതൊക്കെ സങ്കടം കൊണ്ടാണ് ചിലപ്പോൾ തൽക്കാലം വീടെടുക്കണവരെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ വീട് കാര്യങ്ങളില്ല. അപ്പോൾ ഒരു രാത്രി 12:30 വരെ ഞാനിവിടെ ചെയർ കൂട്ടിയിട്ട് മൊബൈലിൽ എന്തെങ്കിലും സിനിമ കാണുമെന്ന് ഞാൻ കാണും. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് ആരും വരില്ല. ഞാൻ ഉള്ളിൽ കയറി ഞങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് തുറന്നു നോക്കാനും ഇവിടെ കച്ചറക്ക് ഇതൊക്കെ വരും. അപ്പൊ ഞാൻ 12:30 വരെ ഇവിടെ ഇരിക്കും. 12:30-ക്കാണോ ചേട്ടൻ കിടന്നുറങ്ങാറ്? 12:30 1 മണി ചിലപ്പോ 2 മണിയൊക്കെ ആവും. അതിന് ശേഷമായിട്ട് ഞാൻ കിടന്നു. കാരണം എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്താണ് ഇവളുടെ സേഫ്റ്റി. എല്ലാവരും പറയണ്ട എന്റെ കമന്റില് ഒരു വീട് എടുത്തില്ലേ. അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു വീടെടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല. ഒരു 10,000 രൂപ 20,000 രൂപ അഡ്വാൻസ് എന്തായാലും കൊടുക്കണം. എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്ക് വേറെ പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലം ശരിയല്ല, മോശമാണ്. പിന്നെ കുറെ ഞാൻ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഈ തൊട്ടടുത്തന്നെ വൈകുന്നേരം വരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അവിടെ ഇരിക്കും. അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം വാങ്ങിക്കേണ്ട പൈസ ഞാൻ കൊടുത്തു പോകും. വേണമെങ്കിൽ 3 മണിക്ക് ഇടയ്ക്ക് ചായ കുടിക്കണം എന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്തിട്ട് പോകും. അങ്ങനെ ഈ ബസ്സിന്റെ തൊട്ടടുത്താണ് ബാറുള്ളത്, മദ്യസ്ഥല ബാറുള്ളത്. അപ്പൊ അവിടെ നിന്ന് കുടിച്ചിട്ട് ആൾക്കാർ സ്റ്റേഡിയത്തിൽ വന്ന് ഇരിക്കും. അപ്പൊ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ കാരണം. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ എന്നോട് ഞാൻ പണി വിട്ട് കഴിഞ്ഞാൽ കേട്ട എങ്ങനെയാണ് വീടുമായിട്ട് അടുത്ത് നിന്ന് അനാവശ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇതാകുമ്പോൾ അപ്പൊ തൊട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങി. ഇതുവരെ എൻ്റെ കുട്ടീനെ കൂടെ തന്നെ ആരും ഇതുവരെ പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരെയും എൻ്റെ കൈ വെക്കൊണ്ട്
തല്ലി വന്നു. പാതിരാത്രിക്ക് 11 മണിക്ക് അന്ന് ഇറങ്ങി വന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചേ കഥയില്? അതന്നെ ഇപ്പൊ പറഞ്ഞത്. പിന്നീട് സംഭവിച്ചത് പിന്നീട് ഞങ്ങൾ ഇവിടെ ഇരുന്നു. പിന്നെ എന്താണ് ഏട്ടന് കുറെ പേര് അവിടെ മേലെ പരിചയപ്പെട്ടു. കുറെ പേര് കുളിപ്പിക്കാനൊക്കെ നോക്കി. അതിൽ നിന്ന് ഞാൻ ഏട്ടന് മാറ്റി കൊടുത്തു. അവരുടെ കൂടെ കുടിച്ച് വെള്ളടിയിലേക്കൊക്കെ പോയിണ്ടായിരുന്നോ? വെള്ളോടെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവൾക്ക് വേണ്ടി ഞാൻ എല്ലാം കംപ്ലീറ്റ് നിർത്തി. അങ്ങനെ ഇപ്പോഴല്ല, എന്നാലും ഇടയ്ക്ക് ചെറുതായിട്ട് ഇല്ല 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 അതെ മുഴുവനായിട്ട് നിർത്തി. അങ്ങനെ നിർത്തില്ല. നമുക്ക് എന്തായാലും ഞാനൊരാണല്ലോ, നമ്മ ഹോട്ടൽ ഫീലിൽ പണിയെടുക്കാണ്. വല്ലപ്പോഴും കഴിച്ചിട്ടില്ല. അത് എന്റെ ഓണർക്കും അറിയാം, എന്റെ മനോജ് ചേട്ടന് അവിടത്തെ ഉള്ളവർക്ക് അറിയാം. ഡെയിലി കഴിക്കില്ല, കച്ചറ ഉണ്ടാക്കൂല. വല്ലപ്പോഴും കഴിച്ചിട്ട് ഉണ്ടാകുന്ന ഞമ്മ പാട്ടിന് ഇരിക്കുന്നത് ഇരിക്കുകയാണ്. അത് എന്റെ ഓണർ, അത് മനോജ് എന്നാണ് എന്റെ ഓണറിന്റെ പേര്. ക്രീമർ ഹോട്ടലാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജോലിക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവളെ കല്യാണം കഴിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അതെന്റെ പിന്നീട് ഒരിക്കലും മതി വെച്ചിട്ടില്ല. ഇല്ല, ചേച്ചി പറഞ്ഞോണ്ടാണോ മതി വെക്കാത്തത്? അതെ. കുറെ പേരും അങ്ങനെ ശ്രമിച്ചു. അത് നോക്കിയിട്ട് കുടിപ്പിച്ച് കിടത്തിയിട്ട് ഏട്ടന് എന്തെങ്കിലും എന്താണ് ഇത് കുടിപ്പിച്ച് കിടത്തി എന്നെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അവർക്കൊന്നും അറിയില്ല. കാരണം കുടിച്ചു കിടക്കുമ്പോൾ എന്തെങ്കിലും എന്നെ ചെയ്തു വെച്ചാൽ പിന്നെ ഏട്ടന് പിന്നെ തലയിലേ വരുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് ഏട്ടൻ പിന്മാറി. ഒരുപാട് ഭാര്യമാരുണ്ട്, മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കഷ്ടപ്പെടുന്നത്. അവർക്ക് 2-3 ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? അതെന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അവര് ചിലപ്പോ പറയുന്നുണ്ടാവും, നല്ല കാര്യം പറയുന്നുണ്ടാവും. അപ്പൊ ഭർത്താവ് അത് നല്ല കാര്യമായിട്ട് കേൾക്കാണ്ട് പോയി കുടിക്കുന്നവരും ഉണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാ? എങ്ങനെ ചേട്ടനെ അവർക്ക് തോന്നണ്ടേ? ഇപ്പൊ എന്റെ ഭാര്യ ഇപ്പൊ എന്നോട് പറഞ്ഞു, ഏട്ടാ എങ്ങനെ മദ്യപിച്ചില്ല, അതൊരു നല്ല കാര്യമില്ലേ? മദ്യപിക്കേണ്ട പറയുന്ന ഒരു നല്ല കാര്യമില്ലേ? കെട്ട കാര്യമില്ലല്ലോ. അത് കെട്ട കാര്യമെങ്കിൽ ശരി, നീ പോടി, എന്റെ ഇഷ്ടമാണ് മദ്യപിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മദ്യപിക്കാം. പക്ഷെ അത് പറഞ്ഞ നല്ല കാര്യമില്ലേ? ചിലപ്പോ പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില് മദ്യപിക്കുന്നത് തെറ്റല്ലേ? അതിന് നിക്ക് എന്താണ് ചോദിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരാണ് കുറെ പേര്. ചേട്ടൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞ കേൾക്കുന്ന ചേട്ടനാണ്, അതിൽ ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഭയങ്കരമായിട്ട് ഒന്ന് ഡൗൺ ആയി പോയി പിന്നെ ചേട്ടനോട് വന്ന് പറയുന്ന ഒരു പ്രകൃതമല്ലേ? അതിന് പകരം ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവരെന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തിരിച്ച് എനിക്ക് പറയാൻ പറ്റണം, അങ്ങനെ എനിക്ക് മാറണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാണെങ്കിൽ അവര് എന്ത് രീതിക്കാണെന്ന് നമ്മൾക്കറിയില്ല. ചിലപ്പോ നമ്മൾ സംസാരിച്ച പെണ്ണിന്റെ സംസാരം മേടിച്ച പിന്നെ അങ്ങനെ പിന്നാലെ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും അവരെന്തോ പറയട്ടെ പറഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാറിയുണ്ടായില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു വെച്ചാ ആണുങ്ങളെ അങ്ങനെ ഒരു പെൺകുട്ടിന്റെ വാക്കിന്ന് ഒരുറ്റ ഹായിന്ന് കേട്ടാണ് പിന്നെ അയച്ചേക്കാൻ പെണ്ണിന്റെ പിറകിന് മാറുക. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടി ആരോടും സംസാരിക്കും, എന്തെങ്കിലും ആരെയും അനാവശ്യം പറഞ്ഞത് എവിടെ എന്നോട് ഒന്ന് പറയും. അപ്പൊ ഞാൻ ഈ പാലക്കാട് നോക്കും, അത് എന്നോടൊന്നും പറയും. അപ്പൊ ഞാൻ പോയി ചോദിക്കുകയായി, ഇങ്ങനെ എന്റെ പെണ്ണിനോട് സംസാരിച്ചാൽ ചോദിക്കും. അപ്പൊ അവരെന്തെങ്കിലും തട്ടുന്നും പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം നാളെ ദൂരെ യാത്ര ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോൾ ചേട്ടന് വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് സ്വന്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയല്ലേ? അതെ, പക്ഷെ ഇവിടെ ഞാൻ എവിടേക്ക് ഒറ്റയ്ക്ക് വിടില്ലല്ലോ. ഒറ്റയ്ക്ക് വിടുന്നില്ല, ഇല്ല, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ ഒരു വീട് നോക്കിയിട്ടുണ്ട്, അത് സേഫ്റ്റി ആയിട്ട് വീട് തന്നെ, ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇവൾക്ക് 100% സേഫ്റ്റിയാണ്. പക്ഷെ എനിക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസ് മറ്റേ കടയില് അവിടെ എനിക്ക് ജോലിയാണ്. അപ്പോ ഇത് ഒത്തിരി നടക്കേണ്ട ദൂരമുള്ളൂ. കേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി വെക്കേണ്ട അത്ര ദൂരമുള്ളൂ. അങ്ങനെയാണ് ഞാൻ. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, എന്റെ കുട്ടീനെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കിട്ടും. കാരണം ഞാൻ ലോകം കാണാത്ത തന്നെയല്ല, എല്ലാവിടെയും ചുറ്റിയിരുന്നു. ഞാൻ ലോകത്തെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോഴത്തെ ലോകം നശിച്ച ലോകമാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വന്ന അനുഭവമില്ല, വേറെ ആർക്കും വരരുത് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഈ ഹൈവേയിൽ ഒരു ചേച്ചി ലോട്ടറി വെക്കുന്നുണ്ട്. ആ ചേച്ചിന്റെ വിഷമങ്ങൾ കണ്ടാലില്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിന്റെ വിഷമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സങ്കടവും. അപ്പൊ ആ ചേച്ചിന്റെ വിഷമവും ഞങ്ങളുടെ വിഷമം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വിഷമം ഒന്നുമില്ല. അങ്ങനെ നോക്കി എത്ര മനുഷ്യന്മാരുടെ ഞങ്ങളും വെച്ച് എത്രയോ വിഷമിച്ച് ആൾക്കാരുണ്ട്, അത് നമ്മ അറിയുന്നില്ല മാത്രം. ഇപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൊ ഞങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ്
ഇങ്ങനെ ആൾക്കാര് പറയും. പക്ഷെ ഞങ്ങളെ കുറിച്ച് അറിയാത്ത എത്രയോ ആൾക്കാരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട്. അതാരെങ്കിലും ശ്രദ്ധിക്കില്ല, ഒരാളും ശ്രദ്ധിക്കില്ല. പൈസ ഉള്ളവര് ഒന്നും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കണം, പാവപ്പെട്ടവര് ഒന്നും മറ്റുള്ളവരിൽ കൈനീട്ടാൻ പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ലോകം. എന്നാ പിന്നെ ഉള്ളവര് പാവപ്പെട്ടവർക്ക് കൊടുത്ത് സഹായിക്കണം എന്നൊന്നും ഇവിടെ ഇല്ല. സഹായിക്കുന്ന വഴി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് 100-ലെ 40% ആളുകളുണ്ട്. ബാക്കി 60 ആൾക്കാരും അവന്റെ പത്രാസിന് വേണ്ടിയിട്ടും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാറുണ്ട്, ഞങ്ങളുടെ വീഡിയോക്ക് കളിയാക്കിയിട്ട് ഇടലും മോശമായിട്ട് ഇടലും. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞങ്ങള് വെറുതെ ഈ എന്താ പറയാ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞങ്ങൾ വീഡിയോ ചെയ്ത്. ഞങ്ങൾക്കൊരു ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി റെസ്റ്റ് കഴിക്കുമ്പോൾ ഞങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടും. അത് ഇത്തിരി ഒരു മോശ കമന്റ് എന്തോ കണ്ടു, അപ്പൊ അതിന് ഞാൻ പ്രതികരിച്ചു. അത് പ്രതികരിച്ചതാണ് കാരണം ഇത്രയും ഞങ്ങള് എന്താ പറയാ ഫേമസ് ആകാൻ കാരണം. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതാണ് ഇപ്പൊ മെയിനായിട്ട് കാരണം. 2026 ജനുവരിയിലേക്ക് നമ്മൾ എത്തി, ഇനിയിപ്പോ ഫെബ്രുവരിയിലേക്ക് പോവാണ്. 2026 എന്താണ് ഏറ്റവും വലിയ ലക്ഷ്യം? എനിക്ക് ലക്ഷ്യം അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് ലക്ഷ്യം പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല, ഇവളിനെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. അത് മാത്രമേ എന്റെ കണ്ടു. ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വീട് വേണം, ഇല്ല നല്ല ജോലി വേണം എന്നൊന്നുമില്ല. എൻ്റെ കുട്ടി ഒരു സേഫ് ആയിട്ടൊരു സ്ഥലത്താണോ എന്നെങ്കിൽ മാത്രമേ എനിക്ക് ഒരു കാല് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ നിൽക്കും. എൻ്റെ തീരുമാനം അങ്ങനെയാണ്. എൻ്റെ കുട്ടിക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. കാരണം ഇവള് പെൺകുട്ടിയാണ്. നമ്മള് ആണാ വെച്ചാലും ഞാൻ പാതിരാത്രിക്ക് ഈ തറയിൽ നിന്ന് കിടക്കാം, ആണാണ്. പക്ഷെ ഇവൾക്ക് അത് കിടക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ലോകം അങ്ങനെ മാറി. ഞങ്ങൾ അത്ര അനുഭവിച്ചു വിഷമങ്ങൾ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു താടി വെച്ചിട്ടുള്ള ചേട്ടൻ, ആ ചേട്ടനും കൂടി ഞങ്ങളെ കുറച്ച് സഹായിക്കാൻ വേണ്ടി ഒരു വീടൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓണറും ഒരു മാനേജറുണ്ട്, അയാളും ആളുടെ ഫ്ലാറ്റില് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൾക്കൊരു സേഫ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിയ വീട് ഇപ്പോൾ കുഴപ്പമില്ല, അവിടെ ഫാമിലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ പോയി അന്വേഷിച്ചു, ഞാൻ അയച്ചേട്ടനോട് അന്വേഷിച്ചു. അവിടെ മദ്യവെച്ച് കച്ചറ ഉണ്ടാക്കില്ല, അവിടെയൊക്കെ ഫാമിലിയുള്ള ആൾക്കാരാണ്, ഡീസന്റ് ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ പോയി വീട് ഇരിക്കും. തിങ്കളാഴ്ച വീട്ടിലേക്ക് മാറാണ്. ഒരു പുതിയ തുടക്കാവട്ടെ. തിങ്കളാഴ്ച ഒന്ന് മാറും. അപ്പോൾ അതന്നെ ഞങ്ങളുടെ ആഗ്രഹം. ഈ 2023 എനിക്ക് എന്താ സാധിച്ചെടുക്കുക വെച്ചാൽ ഇവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എടുക്കുക. ഇപ്പൊ നിങ്ങളൊരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഈ വീടിനെയും കൂടി സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ഈ ഒരു പരിസരത്ത് വെച്ച് കണ്ട ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ അവരോട് എന്താ പറയാ? അവരോട് ഞങ്ങളുടെ നമ്പർ കൊടുക്കും. അപ്പൊ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ വിളിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങള് അവരിനെ ഇങ്ങോട്ട് കാണാൻ പറ്റും. അവരെ കാണാൻ വേണ്ടി അവരും കാണാൻ വരുന്നവർക്കും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അവർക്കും സങ്കടമുണ്ട്. അവരും നല്ലൊരു വീടെടുത്തിട്ട് നിങ്ങളെ നല്ല ഇതില് എത്തട്ടെ മാത്രം അവര് പറയുന്നത്. അവർക്ക് അതാ പറയാൻ പറ്റുള്ളൂ. അവരും നമ്മളെ പോലെ അവസ്ഥകളൊക്കെ. പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ കാണുമല്ലോ. ഞങ്ങളെ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോരോ വിഷമം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ വിഷമത്തില് പങ്കുചേരാൻ വേണ്ടി അവർ വരുന്നത്. ഈ ലോകത്തെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ വിഷമങ്ങളുണ്ട്. നമുക്ക് തോന്നും നമ്മുടെ വിഷമമാണ് ഏറ്റവും വലിയ വിഷമം, പക്ഷെ ബാക്കിയുള്ളവർക്ക് ലഭിക്കാത്ത പലതും അറിയില്ല. ചിലപ്പോ മനസ്സിന്റെ ഉള്ളില് സങ്കടം വെച്ചിട്ട് പുറമെ ചിരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വിഷമം എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. അവരിനോട് നല്ലോണം അടുത്ത് പഴകി സംസാരിച്ചാലേ നമുക്ക് അവരിന്റെ വിഷമം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 4 ദിവസം മുന്നേ ഒരു ചേട്ടൻ ഞങ്ങളെ കാണാൻ വന്നു, ഇവിടെ തന്നെ കാണാൻ വന്നു. ആള് ഫുഡ് വാങ്ങിച്ചു തന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം വേറെയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഏതും ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അയാൾ വന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഉള്ള വ്യക്തിയെന്ന് അയാൾക്ക് അറിയില്ല. എന്നിട്ട് എനിക്കും കഴിയുന്നു, ഇവളും കഴിയുന്നു. പക്ഷെ ഇവളുടെ കൈ വിടുന്നില്ല. പക്ഷെ ഞാനൊരു നോട്ടം നോക്കിയല്ലോ, പക്ഷെ അയാൾക്ക് മനസ്സിലായി. പിന്നെ ആള് പിന്നെ പോയി. ഇങ്ങനത്തെ ഉള്ള ചില മനുഷ്യന്മാര് നാറികളും ഉണ്ട്. ഈ എന്താ എങ്ങനെ പറയാന്ന് വെച്ചാൽ രാത്രി വന്നാലേ നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. ഈ പാലക്കാട് സിറ്റിയിൽ തന്നെ അത്രയും മോശപ്പെട്ട പരിപാടികളാണ് ഈ ഇന്ദിരാഗാന്ധി നഗരത്തിൽ നടക്കുന്നത്. എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഞാൻ. അത്രയും വൃത്തിയായിട്ട മോശപ്പെട്ട കാര്യങ്ങൾ.
ഇപ്പൊ പച്ചരി ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു പെണ്ണും ആണും ബന്ധപ്പെടുന്ന അത് ഒരു കാര്യമുണ്ട്. ഇത് ആണുമാണ് തന്നെ ബന്ധപ്പെടുന്ന കാലത്തിൽ വരികയാണെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ ഡെയിലി കാണുകയാണ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം. അങ്ങനെയാണ് ഇപ്പൊ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആണിനും തിരിച്ചറിയാൻ പറ്റില്ല, പെണ്ണിനും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ ജന്തുക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാത്രല്ല, ഈ ലോകത്ത് എത്ര ഉണ്ടെന്നറിയോ? അതാരും കാണില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും പ്രതികരിക്കുന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട് എവിടേക്കാ പോകും? ഇങ്ങനെ ഈ പെണ്ണ് കിട്ടാത്തവര് കല്യാണം കഴിക്കുക, അങ്ങനെ വെച്ച് ഇങ്ങനത്തെ പലരും പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഡെയിലി കാണുന്നോണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാനത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ആ പരിസ്ഥിതി എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഒരാളിനും മിണ്ടില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പറയേ എന്ന് ചെയ്യാൻ മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ. മറ്റുള്ളവന്റെ കാര്യത്തിൽ പോവില്ല. അങ്ങനെ ശീലിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ എന്റെ പെണ്ണിനെ തന്നെ തൊടാൻ പറ്റേ, അവന്റെ കൈ ഞാൻ തല്ലി പിടിക്കും. ഇപ്പൊ അവര് എന്നെ തല്ലുകയായിരിക്കും, പക്ഷെ എനിക്ക് എന്തെങ്കിലും ആയാൽ കൂടി എന്റെ പെണ്ണിന് തൊടാൻ ഞാൻ ആയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഘട്ടങ്ങൾ വരെ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഇതിന്റെ കൊല്ലം. എന്നിട്ടും ഞാനിതാ ഇങ്ങനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഏട്ടൻ്റെ കൂടെ എത്ര പ്രശ്നങ്ങളും അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ പോലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അവിടെ പരാതി പറഞ്ഞാല് അവര് പറയും നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കാൻ കാരണം, പിന്നെ നിങ്ങൾ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അറിയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ പോലീസുകാരും ഞങ്ങളുടെ പണവുമില്ല, അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ പരാതി പറയാനൊന്നും പോയി. എല്ലാവരും തന്നെ ആരും ആയിക്കോട്ടെ പണമുള്ളവന്റെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ. കാരണം ഞാന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ചോറ് മേടിക്കാൻ പോയി. അവിടെ കുടിച്ചിട്ട് കുറെ ഓരോ അനാവശ്യങ്ങൾ. പക്ഷെ നല്ല സാറുമാരും ഉണ്ട്, നല്ല SI സാറുമാരും ഉണ്ട്, നല്ല എന്താ പറയാ, അത് നീ പറയും. എന്നിട്ട് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ കേട്ടിരുന്നു. പിന്നെ അനാവശ്യങ്ങൾ പറയുമ്പോ ഞാനിതായി കുടിച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഞാൻ ചോറ് മേടിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അവിടെ പോയി പറഞ്ഞപ്പോ പറയണ അവർക്ക് ജോലിക്ക് പോയിക്കൂടെ അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ ഞാൻ പറയുന്നു. പിന്നെ അനാവശ്യങ്ങൾ പറയാൻ പോലീസൊക്കെ വന്നിട്ട് ആട്ടിമുട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടുപേരും അറിയാത്ത സാറുമാര് ഇവിടെ ഇല്ല. എല്ലാ പോലീസ് സാറുമാർക്കും ഞങ്ങൾ രണ്ടുപേരും അറിയാം. എന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചല്ലേ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോഴല്ലേ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പെരുമാറുന്ന വിചാരിച്ചു.